സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും കൊമ്പുകോർക്കുന്നു. VC നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ ഈയിടെ വിജ്ഞാപനം ഇറക്കിയിരുന്നു. എന്നാൽ വൈസ് ചാൻസലർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമായിട്ടില്ലെന്നും കേസ് നിൽക്കുകയാണെന്നുമാണ് സർക്കാരിൻ്റെ വാദം. ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വൈസ് ചാൻസലറും സർക്കാരും ഗവർണറും സർക്കാരും തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്ഭവൻ ഒന്ന് ഒതുങ്ങി എന്ന ഒരു ഇമേജ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നൽകിയത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നി. ഒതുങ്ങിയിട്ടില്ലല്ലേ? ഗുഡ് മോർണിംഗ് SKN. രാജ്ഭവൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. കാരണം സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ നേരത്തെ ഗവർണർ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സർക്കാരാകട്ടെ അല്ലെങ്കിൽ സർവകലാശാലകളാകട്ടെ ഈ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി 6 സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി സ്വന്തം നിലയിൽ ഗവർണർ രൂപീകരിച്ചത്. ഇതാണ് ഇപ്പോൾ സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി നീങ്ങാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിയമസഭ ഈ സെർച്ച് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ചില ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഈ ബില്ലുകളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇത് രാഷ്ട്രപതിക്ക് അയച്ചുവെങ്കിലും രാഷ്ട്രപതി ഇത് ഒപ്പിടാതിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുള്ളപ്പോൾ ഗവർണർക്ക് ഏകപക്ഷീയമായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ നിയമോപദേശം തേടിയ ശേഷം സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച നിയമോപദേശം ഇന്നലെ രാത്രി തന്നെ സർക്കാർ തേടുകയും ചെയ്തിരുന്നു. ഏതായാലും സർക്കാർ ഗവർണർ പോരിലേക്ക് VC നിയമനം കൂടി ഒരു കാരണമായി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. SKN. താങ്ക് യു VA ഗിരീഷ്.